Hello guys, welcome to our YouTube channel, Why With Us. ഗൈസ്, ഇന്ന് ഞാനും സാന്ദ്രയും വന്നിരിക്കുന്നത് ആനത്താവളത്തിലാണ്. ഇത് ചെർക്കരയിലാണ് ഉള്ളത്, കൊല്ലം ചെർക്കര. ഞാനും അവള് മാത്രമേ ഉള്ളൂ, ബാക്കിയാരും വന്നില്ല. എന്റെയും സാന്ദ്രയുടെയും വീടും ഏകദേശം കുറച്ച് അടുത്തൊക്കെയാണ്. പിന്നെ സ്കൂട്ടി വരാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ. അവള് നമ്മുടെ സ്കൂട്ടിയിലാണ് വന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 3 വർഷത്തെ പരിചയമുണ്ട്. നമ്മൾ +1 +2 തൊട്ട് ഒരുമിച്ച് പഠിക്കുന്നതാണ്. നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അതെ. അപ്പം അവർക്ക് കുറച്ച് ദൂരെ ഉള്ളതാണ് നമ്മളെ മറ്റ് ഫ്രണ്ട്സൊക്കെ യൂട്യൂബിലുള്ള. അപ്പം അവർക്കൊന്നും വരാൻ പറ്റത്തില്ല. പിന്നെ പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നു ഇവിടെ വരണമെന്നുള്ളത്. അപ്പം ബാക്കി വീഡിയോസൊക്കെ ഇനി കാണാം. ഓക്കെ, പോ ഗൈസ്. ടിക്കറ്റ് മേടിക്കാനായിട്ടുള്ള അങ്കിളില്ല. അന്ന് നമ്മളെ ടിക്കറ്റ് കീറിയിട്ടൊക്കെ വിട്ടത്. അന്നും അങ്ങനെ ഇരുന്ന് ഞായറാഴ്ച വന്നപ്പോ എങ്ങനെ പേര് കയറണം? എങ്ങനെ കൊണ്ടിരുന്നും കയറണ്ട. ആന ഗംഗയായിരുന്നു. ഗംഗ ആര്? ബാക്കിലോട്ടൊന്ന് തിരിഞ്ഞിറങ്ങി. ഗംഗേ സുവനല്ലേ? അന്ന് പാപ്പ ഇതല്ലായിരുന്നു. ഇപ്പോഴത്തെ പാപ്പൻ ഇതാ. പോയി തൊടാൻ സമ്മതിക്കുമ്പോ നമ്മള് ഓന്ത് കഴിക്കുന്നത് എന്താണ്? ക്യാരറ്റും ക്യാബേജും. എന്താ വെജാണോ? വെജ് ഐറ്റംസേ കഴിക്കത്തുള്ളൂ. ഇഗ്വാര ബേബീസ്. അത് കുഞ്ഞുങ്ങളാണ്, അതുകൊണ്ടാണ്. കുഞ്ഞൊന്നും അല്ല ഇത്. മുള്ളമ്പന്നിയല്ലേ? മുള്ളമ്പന്നിയാ. എടുക്കാൻ പറ്റൂല. തുറന്നെടുക്കുന്ന പോയി തൊട്ടടി. തൊടറി. നീ തൊട്ട് നോക്ക്. ചുമ്മാ തൊട്. തൊടാൻ പിന്നെ തൊടാനൊന്നും കിട്ടത്തില്ല. നീ തൊടന്ന്. അന്ന് വന്നപ്പോ അല്ലേ ഞാണ്ട്
പാമ്പ്. ഇതാണ് പാമ്പും കുഞ്ഞ് പൈതൽ ചെറുതാന്ന് പറഞ്ഞു. എന്തിനാ മുട്ടയുടെ എന്തിനാ ഒരു സംഭവം മുട്ട അല്ല ഉരുണ്ട് കയറും ബാളിന്റെ എന്തിനാ ഒരു സംഭവമാണ്. അത് പേടിച്ചിട്ടാണ് ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ അത് അന്ന് വന്നപ്പം അല്ലു ഈ കുറ്റിയൊക്കെ തുറന്നിട്ട് കൈ അകത്തോട്ട് ഇടാൻ പോയി. ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞു പാമ്പ്. ഇതാണ് ഓസ്ട്രിച്ചിന്റെ എക്സ്. ആ കണ്ടോ, അത് ഓസ്ട്രിച്ചിന്റെ ഫെദർ. ഇത് ടർക്കി. തുർക്കിയാണോ ടർക്കിയാണോ? ഇത് മുട്ട മക്കാവും മക്കാവും മറ്റേ ഇല്ല പഞ്ചവർണ്ണ തത്ത. ഓ ഇത് മുട്ട പൊട്ടിയത്. ഇത് പിന്നെ എന്തുവാ? അത് പൊട്ടിയതാ. ഇത് തന്നെ കണ്ടോ നിങ്ങൾ ഓരോ ബട്ടർഫ്ലൈസ് ചത്തിരിക്കുന്നത്. എന്തുവാടി നീ പറയുന്നത്? ചത്തിരിക്കുക ഒറിജിനലാണോ? സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുവാ. ഇതൊക്കെ ഓരോരോ സിൽവർ അറിഞ്ഞൂടറി. ഇതാണ് കോയിൻസ്, പണ്ടത്തെ അലാവുദ്ദീന്റെ കോയിൻസ്. പല പല രാജ്യങ്ങളുടെയാണ്. കണ്ടോ, ഡിഫറെന്റ് കൺട്രീസ് ആൻഡ് കോയിൻസ്. ഡിഫറെന്റ് കൺട്രീസ് ആൻഡ് കോയിൻസ്. ഒരുപാട് കൺട്രീസിന്റെ കോയിൻസ് കാര്യങ്ങൾ. ഇത് കണ്ടോ, പണ്ടത്തെ ഇന്ത്യയിലെ കോയിൻസുകളാ. നീ എന്തോ എഴുതി അതിന്? ഓ അടിയായ അടിയായി അടിയായി അടിയായി. ഓഹോ ചോദ്യം എന്തുവാ കാണിക്കുന്നേ? അങ്ങോട്ടും ഇങ്ങോട്ടും കടിയായ അതൊക്കെ ഒരു കൊടിങ്ങയാ. കുരുങ്ങിയൊന്നും അല്ല, ഇത് കടിച്ചു വെച്ചേക്കുന്നു. ഓ അടി കൂടുന്നു. ദൈവമേ, തൊട്ട ഇപ്പോഴേ അടങ്ങും. ഇവിടുത്തെ കഫ്തീരിയ പോലത്തെ സംഭവമാണ്. കോഫി ഷോപ്പ് കണ്ടോ, അതിനകത്താണ് നമ്മള് പൈതണ്ണയും ഓന്തിനെയൊക്കെ കണ്ടത്. ഓക്കേ, ഇത് ഇവിടുത്തെ ഹോളാണ്. ഇവിടെ വെച്ചിട്ട് വെഡിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന. ഇത് ഫുഡ് കഴിക്കുന്ന ഏരിയ ആണ്. വെഡിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ബാക്കിലോട്ട് പോകുമ്പം ആനകളൊക്കെ ഉണ്ട്, വലിയ കൊമ്പന്മാരൊക്കെ ഉണ്ട്. ഐ ലവ് ആനത്താവളം. ഇത് ഒരു പാർക്ക് ഏരിയ പോലത്തെ സ്ഥലമാണ്. നമ്മളും കളിച്ചു. ഇവിടെ വന്ന് ഇരിക്കാം. നല്ല പ്ലേസ് ആണ് അല്ലേ? നോക്കുന്നു പ്ലേ. നിങ്ങൾ കണ്ടോ എത്ര ആനകളാണെന്ന്? കണ്ടോ, ആനയൊക്കെ അവിടെ ആനകളുണ്ട്. ആനയുള്ള 4 1 2 3 4. ഫ്രണ്ടിൽ ഒരാളുണ്ട്, അത് ഗംഗ. അത് ഇത് ഫ്രണ്ട്ലി അല്ല, ഇതൊക്കെ ഉത്സവത്തിന് കൊണ്ടുപോകണ ആനകളാണ്. മറ്റത് നല്ല ഫ്രണ്ട്ലി. നമുക്ക് അതിന്റെ മണ്ടയിലൊക്കെ കയറിയിരുന്ന സഫാരിയൊക്കെ ഉണ്ട് ഇവിടെ. അതെ അതെ. Attention, കണ്ടോ, visitors are advised not to approach the elephants and forget. കുരുങ്ങുന്നു കണ്ടോ ആനക്കുട്ടി? ഡാൻസ് കളിക്കുന്നുണ്ടോ? കൊള്ളല്ലേ? അതെ അതെ, ഡാൻസ് കളിക്കുന്നൊക്കെ ആണോ? പോടി. കണ്ടോ കണ്ടോ ഗൈസ്, 4 ആനകളുണ്ട് ഒരെണ്ണം ബാക്കില്. ഇനി ആടി, ഇനി നമുക്ക് അവിടെ പോവാം, പക്ഷികളെ കാണാൻ പോവാം. നമ്മൾ എന്നും ഉള്ളതാ ഒരേ കണക്കത്തെ ഡ്രസ്. നമ്മൾ പറഞ്ഞിടുന്നതല്ല ഇത്. ഇത് ഇട്ടിങ്ങ് വരുമ്പോഴത്തേക്ക് ഒരേ കണക്കാവും. എനിക്ക് അറിഞ്ഞൂടാ എന്തെന്ന്. അയ്യോ എന്തോട്
അയ്യോ ആന സൗണ്ട് ഉണ്ടാക്കി ഗൈസ്, നമ്മൾ പേടിച്ചു പോയി. ഇത് കണ്ടോ, ബേർഡ് പാർക്ക്. തിരിഞ്ഞു കാണിക്കുന്നു, സെൽഫി ആയതുകൊണ്ട്. ഇതെന്താ ഒഴിഞ്ഞു കിട്ടണം ഇങ്ങനെ നടക്കുന്നത്? അവിടെ മെയിൻ്റെനൻസ് വർക്ക് തുടങ്ങുവാന്ന് തോന്നുന്നു കേട്ടോ. ഓൾറെഡി അന്ന് 1.5 വർഷം മുന്നേ തൊട്ട് ഇങ്ങനെ കിടക്കുവാണ്ട്. ഇത് സ്വിമ്മിംഗ് പൂളിനുള്ള ഇതാണ്, പക്ഷേ കുറെ നാളായിട്ട് ഇത് ഇങ്ങനെ തന്നെ കിടക്കുക. നിങ്ങൾ കണ്ടോ താറാവും കുഞ്ഞുങ്ങൾ? ഇല്ല, താറാവിന്റെ കുഞ്ഞുങ്ങളും. എന്തോടി കയൂഗ ഡക്ക്. അതിന്റെ കളർ ഉണ്ടാ വ്യത്യസ്തമായിട്ട് കളറാണ്. ഒരു പർപ്പിള് കണക്കൊക്കെ മിക്സർ കളറാണ് അത്. ഇതാണ് കേട്ടോ അതിന്റെ ഡീറ്റെയിൽസ്. ഗൈസ് യമു, ഇതാണ് യമു. ആണ്ട് യമുവിന്റെ ഡീറ്റെയിൽസ് ഒക്കെ. സുഖം തന്നെ നിനക്ക്? മെയിൽസിന് ബ്ലൂ നെക്കും ഫീമെയിൽസിന് ഗ്രേയും ബ്രൗണും ആണ്. ഇതിനെന്തുവാ? അപ്പൊ ഇത് രണ്ടും ഫീമെയിൽ ആയിരിക്കും അല്ലേ? മെയിലിന് ബ്ലൂ ആണെന്ന് പറയുന്നത്. ബ്ലൂ ഇല്ലല്ലേ കൂട്ടത്തിൽ? ഇതാണ് ഓസ്ട്രിച്ച്. ഇവിടെ നോക്ക്, തല വിട്ടുകൊണ്ടുപോയി. അത് തിന്നുന്ന തിരക്കിലാണ് കേട്ടോ. അതിന് തിന്നാനൊന്നും പറ്റുന്നില്ല, കഴുത്ത് കൊണ്ട്. ഇവിടെ നോക്കണേ, കൊള്ളാലേ പാമ്പിന്റെ തല കണക്കണേ. പക്ഷെ നല്ലൊരു വൈബുണ്ട്, കുറെ മരങ്ങളും നല്ല തണലും. ഓസ്ട്രിച്ച് ഫുഡൊക്കെ കഴിച്ച് അങ്ങ് നടന്നു പോയി. അതിനെക്കാട്ടി വലുതാണെന്ന് തോന്നുന്നു. എടി എന്റെ തല എന്തടി ഇങ്ങനെ? ഹലോ ഓസ്ട്രിച്ച്. ഓ ഉറങ്ങുന്ന കണ്ണ് തുറന്നിരിക്കുക. അതിന്റെ നിനക്ക് കണ്ണ് കണ്ടുകൂടാന്ന് പറഞ്ഞു. ഇടി ഇതൊന്ന് വലുതല്ലേടി. അയ്യോ ഹായ്, കൊള്ളാലേ. ഇത്ര പെട്ടെന്ന് ആരോ ഇടി പെട്ടെന്ന് തല ചെറുതായ കണക്ക് തോന്നുന്നല്ലേ? തല ചെറുതാണെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ അതിന്റെ ബോഡി അനങ്ങുന്നില്ല, കഴുത്ത് മാത്രമേ അനങ്ങുന്നുള്ളൂ. അതെ. ആ നമ്മുടെ കോഴിക്കുഞ്ഞ് താണ്ടി സൗണ്ട് ഉണ്ടാക്കുന്നു. ഇതാണ് കോഴി. നിങ്ങളെ നാട്ടിൽ എന്ത് പറയും? ഹെല്ലെന്ന് പറയും. ഇതെന്തുവാ? ഓ, ഇത് വെറൈറ്റി കോഴി കേട്ടോ. ഇത് കണ്ടോ നിങ്ങൾ കോഴീനെ? അയ്യോ, ഇഗ്വാന ഇത് ആണെന്ന് തോന്നുന്നു. എന്നാ പിന്നെ ഈ കളർ ആവത്തില്ലേ? അത് ചിലപ്പം മെയിലും ഫീമെയിലും ആയിരിക്കും അല്ലേ? ആയിരിക്കും. ചെടിയൊക്കെ തൂക്കിയിട്ടേക്കുന്നു. ഗൈസ് അടുത്ത ഒരുപാട് ഇതുണ്ട് ഇവിടെ. വലിയൊരു ഏരിയ കൊള്ളാല്ലേ? വലിയൊരു ഏരിയ തന്നെ അല്ലേ ഇതിനകത്ത്? ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. പേരെന്താണ്? ഹലോ
എവിടെ മണ്ടയിലൊക്കെ കേറി ഇരിക്കുവാണ് ഗൈസ്. അത് കണ്ടു നിങ്ങൾ? എന്നെ ആരും കാണണ്ട എന്നും പറഞ്ഞിരിക്കുവാണ്. ഗോൾഡ് അയ്യോ അയ്യോ തൊടാനായിട്ട് വന്ന് നിൽക്കുന്നു. വായിച്ചുണ്ട് ഗൈസ്. ചിരിക്കുവാ. കിട്ടതേ കൊമ്പൊക്കെയുണ്ട് ഗൈസ്. നല്ല ഇതുണ്ട്. കൂട് കൊള്ളാം. വളഞ്ഞൊക്കെ ഇരിക്കുന്നു. വൈബ് സെറ്റ്. ഇത് വെറൈറ്റി ആയിട്ടുള്ളൊരു കിളി. തലയിലിങ്ങനെ കൊമ്പണക്കുള്ള കിളികള്. തത്തയുടെ എന്തോ എത്തിപ്പെട്ടതാ പേരെന്തോ. പക്ഷെ കൊള്ളാം കേട്ടോ. നല്ല ഇത് ഷീറ്റ്, അക്രിലിക്കിന്റെ ഷീറ്റിനകത്താണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതാ മറ്റേ ഇത് നെക്കുമ്പോ ഇങ്ങനെ ഷാമ്പൂ വരുന്നുണ്ടോ? ഷാമ്പൂ ആണോ അത്? കണ്ടോ വെള്ളം വരുന്നുണ്ടോ? കണ്ടോ ഷാമ്പൂ? ആ ഇങ്ങനെ ഷാമ്പൂ എന്നൊക്കെ പറയുന്നത് കറക്റ്റ് പേരറിഞ്ഞൂടാ. കണ്ടോ ഇങ്ങനെ നെക്കുമ്പോ കണ്ടോ വെള്ളം വരും. ഗൈസ് നമുക്ക് ഇനി കോഫി ഷോപ്പിലോട്ട് കയറാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വ്ലോഗുമായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ബൈ.